ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് യൂട്യൂബിൽ മലയാളത്തിൽ കാലം എന്നുള്ളൊരു ഒരു ഷോർട്ട് ഫിലിം പോലെ കാണുവാനായിട്ടിടയായി. അത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്ത് സംഭവിച്ചതായ കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ തൻ്റെ 2 പെൺമക്കളുമായിട്ട് റെയിൽവേ ലൈനിൽ നിന്നിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ച് ആ സംഭവം അവരങ്ങനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്റ്റോറിയായിട്ട് സഹോദരിയുടെ ജീവിതത്തെ അത് കണ്ട് എനിക്ക് കണ്ണ് നിറഞ്ഞെന്ന് മാത്രമല്ല വളരെ ദുഃഖം തോന്നി എന്നുള്ളതാണ്. ഒരു നേഴ്സായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്തിട്ടും വീട്ടിലെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ചു. അതിനുശേഷം വലിയ പാരമ്പര്യവും വലിയ കുടുംബമഹിമയൊക്കെ ഉള്ള കുടുംബത്തിലേക്ക് അച്ഛനും പുരോഹിതനൊക്കെയുള്ള വീടാന്ന് പറഞ്ഞിട്ട് അവർ അവിടെ ചെന്നിട്ട് അവരനുഭവിക്കുന്ന കഷ്ടങ്ങളും അവരുടെ പ്രയാസമൊക്കെ കാണുമ്പോൾ എത്രയോ സാധാരണക്കാരായ മനുഷ്യർ അതിനെ കഴിഞ്ഞു എത്ര നന്നായി ജീവിക്കുമെന്ന് തോന്നിപ്പോയി. കാരണം ഒരു പുരോഹിതനുള്ള ഭവനത്തിൽ ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ പോലും അവരെ കറക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അദ്ദേഹം തന്നെ അതിന് വഴി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ അവരോടൊപ്പം നിന്ന് ആ ഒരു ഡെവിളിഷായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം തന്നെ ദൂഷിക്കപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം വഹിച്ചുകൊണ്ട് പുരോഹിതനെന്ന് പറഞ്ഞ് ലോഹം ഇട്ടുകൊണ്ട് നടന്നിട്ട് ഈ മനുഷ്യൻ ദൈവത്തിന് നിന്ന വരുത്തുന്നതല്ലാതെ ഒരു നന്മയും വരുത്തുന്നില്ല, ജനങ്ങൾക്കും വരുത്തുന്നില്ല, മറ്റുള്ളവർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കർത്താവ് ജീവിച്ചിരുന്നെങ്കിൽ ചാട്ടവാറിന് അദ്ദേഹത്തെ അടിച്ചേനെ. എന്നാൽ അദ്ദേഹം എന്നായാലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ദിവസമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. നിഷ്കളങ്കരായ 2 പെൺകുഞ്ഞുങ്ങൾ, എത്ര സൗന്ദര്യവും ആരോഗ്യമൊക്കെ ഉള്ള മക്കൾ, ആ സ്ത്രീയുടെ കഷ്ടപ്പാടിൽ അവരൊരു ചെറിയ ജോലിയാണെങ്കിലും ചെയ്യുമ്പോൾ അതിനൊന്നും സപ്പോർട്ട് ലഭിക്കാതെ ആ കുഞ്ഞുങ്ങളെ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് വിട്ടിട്ട് പോകാനില്ലാത്തതുകൊണ്ട് ആ മക്കളെയും കൂട്ടി ആ സ്ത്രീയുടെ ദുഃഖം, ആ മക്കൾക്ക് ഒരു സേഫ്റ്റിയും ഇല്ല, അവരുടെ ജീവിതത്തിന് ഇതുമില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ജീവിക്കാൻ ഒരു മടുത്തുകൊണ്ട് അവർ പോയിട്ട് മക്കളുടെ ജീവനെയും എടുത്തു എന്നുള്ളതാണ്. വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ കേരളം പോലൊരു സ്റ്റേറ്റിൽ ഇങ്ങനെയൊക്കെ വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. കാരണം ഞാൻ സ്റ്റേറ്റിൻ്റെ കുറ്റമല്ല, ജനങ്ങളാണ്, ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളാണിത്. കാരണം അത്രയും പുരോഗമിച്ചതും എല്ലാ സൗഹൃദങ്ങളും ഉള്ള ഒരു സ്റ്റേറ്റിൽ സ്വന്തക്കാരുണ്ട്, ബന്ധുക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം ഉള്ള ഒരു സ്റ്റേറ്റിൽ അവിടെ വന്നിട്ട് അവരുടെ കുടുംബം ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് പള്ളിയിൽ പോലും അവർക്ക് ദിവസവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പോലും ഒരു സപ്പോർട്ട് ലഭിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇല്ലാതെ അവർ അത്രയും സങ്കടത്തിൽ തൻ്റെ ജീവനൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ വിഷമിച്ച് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി വിഷമിക്കാതെ, അമ്മ അത്രയും വിഷമിക്കാതെന്ന് പറഞ്ഞു. എങ്ങനെ വിഷമിക്കാതിരിക്കും? എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുമ്പോൾ ഇവരൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള പേര് ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഉള്ള ജീവിതങ്ങൾ മറ്റുള്ള നിസ്സഹായരായ സ്ത്രീകൾക്ക് ഇത്രയും കഠിനമായിട്ടുള്ള ഈ ഹരാസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നിത്യമായിട്ടുള്ള ഒരു ശിക്ഷാവിധി ഉണ്ടെന്നുള്ള ഓർത്താൽ കൊള്ളാം. ഈ സ്ത്രീയുടെ ഭർത്താവിനെ മാത്രമല്ല, സമൂഹത്തെ മൊത്തമായിട്ട് ഞാൻ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം ആർക്കെങ്കിലും ഇതിൽ വിരോധം ഉണ്ടെങ്കിൽ. എന്നാൽ ഒരു സ്ത്രീക്ക് ആ സിനിമയുടെ അവസാനം അവർ കാണിക്കുന്ന മോറൽ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലി അവർ കരസ്ഥമാക്കിയിരിക്കണം. അങ്ങനത്തെ ഇതിന് ശേഷമേ ഒരു വിവാഹം കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ആണ് അവർ അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അത് വളരെ സത്യമാണെന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്ത് ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞില്ലെങ്കിലും നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സേഫ്റ്റി ഉള്ളൂ എന്നുള്ളതാണ്. മക്കൾ തരും, അല്ലെങ്കിൽ ഭർത്താവ് തരും, അല്ലെ പേരൻസ് തരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര ചെറിയ ജോലിയാണെങ്കിലും നമ്മൾ പണിയെടുക്കാനായിട്ട് എപ്പോഴും ഒരു
മനസ്സുള്ളവരും അതിനുള്ള ധൈര്യമുള്ളവരുമായിട്ടിരിക്കണം എന്നുള്ളത്. നമ്മൾ വെറും സാഹചര്യങ്ങളെ മാത്രം പഴി പറയാതെ നമ്മൾക്ക് എങ്ങനെ വളരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ വളരെ അത്യാവശ്യമാണ്. ദൈവികമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ വിവാഹം കഴിയുമ്പോൾ എനിക്ക് 19 വയസ്സേ ഉള്ളൂ. 75 വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ള ഹസ്ബൻഡിന് ബോംബെയിലേക്ക് ട്രാൻസ്ഫറായി. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ട്രാൻസ്ഫറായത് മിസോറാമിലേക്കാണ്. അപ്പോൾ 78 കാലത്തൊക്കെ മിസോറാം എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നങ്ങളുള്ളതും അതുപോലെ തന്നെ ട്രൈബൽസിൻ്റെ ഒരു എപ്പോഴും ബഹളം, അതായത് അവിടേക്ക് ഒരു ലെറ്റർ പോലും നമുക്ക് അയക്കാൻ പറ്റില്ല. അത്രമാത്രം സെക്യൂരിറ്റീസ് ഇതായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഞങ്ങൾ അന്നേരം എനിക്കൊരു കുട്ടിയുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. എനിക്ക് ബാംഗ്ലൂരിൽ ജോലിയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അവിടേക്ക് അവിടുന്ന് വരണമെങ്കിൽ ആ സ്ഥലത്തേക്ക് 2 വർഷത്തിന് മാത്രമേ പോസ്റ്റിംഗ് കൊടുക്കത്തുള്ളൂ. എന്നാൽ 6 മാസത്തിലൊരിക്കലേ ലീവിൽ വരാനൊക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ, അന്ന് ഫോണ് കാര്യമൊന്നുമില്ല. നമ്മൾ ഫോൺ ചെയ്താലും അവിടെ റീച്ച് ആകത്തില്ല. അങ്ങനത്തെ വെറും ഒരു ആർമി പോസ്റ്റ് ഓഫീസ് അഡ്രസ്സ് മാത്രമല്ല, നമുക്ക് അവരെവിടെ എന്നുള്ള ഒരു ഇതും ഡീറ്റെയിൽസും നമ്മളുടെ അടുത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു ദിവസവും ഒരു ലെറ്റർ അയക്കാൻ പറയും എന്നോട്. അപ്പോൾ ഞങ്ങൾ ഒരു വിശേഷം ഇല്ലെങ്കിലും ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ലെറ്റർ അയക്കും. ഹസ്ബൻഡ് അതിനോടൊന്ന് റിപ്ലൈ ചെയ്യും. അങ്ങനെയായിരുന്നു ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 6 മാസത്തിൽ ഒരിക്കൽ ഒരു 15 ഡേയ്സോ അങ്ങനെ എന്തെങ്കിലും ലീവിൽ വരും. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാനായിട്ട് പറഞ്ഞു. ഗവൺമെൻറ് ജോലിയാണെങ്കിലും കൂടി പുള്ളി പറഞ്ഞ് പുള്ളിയുടെ ജോലി കണ്ടിന്യൂ ചെയ്താൽ മതി, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഒരു വേലക്കാരിയുണ്ട്, എങ്കിലും ബാംഗ്ലൂർ പട്ടണത്തിൻ്റെ നടുക്കൽ ഞങ്ങൾ തന്നെ താമസിക്കുന്നപ്പോഴും അദ്ദേഹത്തിന് വീണ്ടും ബാംഗ്ലൂർക്കല്ല ട്രാൻസ്ഫർ, വേറെ സ്ഥലത്തേക്കായിരുന്നു ട്രാൻസ്ഫർ. അപ്പോൾ ആ പ്രയാസങ്ങൾ, അന്ന് മിസോറാമിൽ പോകണമെങ്കിൽ കൽക്കട്ട വരെ ചെന്നൈ പോയിട്ട് ചെന്നൈയിൽ നിന്ന് കോറമണ്ഡൽ എക്സ്പ്രസ്സിൽ കൽക്കട്ടയിൽ പോകണം. കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഒരു ഫ്ലൈറ്റ് എടുത്ത് ഐജൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങും. അങ്ങനെയാണ് ഒരു വർക്ക് പ്ലേസിലേക്ക് പോയിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനവിടെ വെച്ച് ചെറുതായിട്ടൊരു ഹെലികോപ്റ്ററിൽ ആക്സിഡൻ്റായി. എന്തായാലും ദൈവകൃപയാൽ മേജർ ഇതായിട്ടുള്ള ഒന്നും ആകാതെ രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്നവർക്കും വലിയ മേജർ പരിക്കൊന്നും പറ്റിയില്ല. ടോട്ടലി ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ലെറ്ററെല്ലാം എഴുതി തന്നു, റിസൈഗ്നേഷൻ ലെറ്റർ. ഞാനത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ എൻ്റെ ബോസായിട്ടുള്ളത് ഒരു ലേഡിയായിരുന്നു, ഒരു ക്രിസ്ത്യൻ ലേഡിയായിരുന്നു, CSI, ഒരു സീനിയർ മാനേജറായിരുന്നു. പുള്ളിക്കാരി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എന്താ റീസൺ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, യു ടെൽ ഹിം ടു റിസൈൻ ആൻഡ് കം ഹിയർ എന്ന്. അങ്ങനെ വേറെ ജോലി എന്തെങ്കിലും നോക്കാൻ പറ, അതേൽ കേട്ട് നീ മാത്രം റിസൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു 26 ഇയേഴ്സൊക്കെ കഷ്ടിച്ചേ ഉള്ളൂ, 25 കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ, അപ്പം ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല, എന്നോട് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ്. എൻ്റെ ഹസ്ബൻഡ് അവസാനം നിവൃത്തിയില്ലാതെ 83 വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് വരികയാണ് ചെയ്തത്. അതായത് പിന്നീട് ബാംഗ്ലൂരിൽ സെറ്റിലാകുന്നു, ഇവിടെ ജോലിക്ക് ചേരുകയാണ് ചെയ്തത്. അപ്പോൾ ടോട്ടലി ഞാൻ ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ ആ മാഡം എത്ര നല്ല ഒരു അഡ്വൈസാണെന്ന് എനിക്ക് തന്ന് അവരതാണ് ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജോലി പോകുമായിരുന്നു. എന്നാൽ വീണ്ടും ഞാൻ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുവാനും ഒക്കെയും സാധിച്ചു. എത്രയോ നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് പിന്നീട് എൻ്റെ ഹസ്ബൻഡ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ആ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞു. ഹസ്ബൻഡിന് അതിന് പകരം എനിക്ക് ജോലി കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നല്ല ജോലിയുള്ളതുകൊണ്ട് ഞാൻ വേണ്ട, ഗവൺമെൻറ് ജോലി തന്നെയായതുകൊണ്ട് വേണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. ടോട്ടലി എന്താ ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ അന്ന്
ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ അല്ലെ എൻ്റെ അന്നത്തെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ജോലി വേണ്ടാന്ന് വെച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ പോവുമോ, അല്ലെങ്കിൽ പിന്നീട് എന്നോട് കൂടെ പോകാൻ വേറെ സ്ഥലത്തേക്ക് കൂടെ കൊണ്ടുപോയ ഫാമിലി നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിരുന്നെങ്കിൽ ആക്ച്വലി ഇന്ന് ഞാൻ കഷ്ടത്തിലായി പോയേനെ. അപ്പോൾ ഇത്രയും ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാൻ വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഒരു വാക്യം ബൈബിളിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ഇങ്ങനെ ഞാൻ എൻ്റെ വർക്കിംഗ് ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വാക്യം. അപ്പോൾ ആരെൻ്റെ ടേബിളിൻ്റെ അടുത്ത് വന്നാൽ ഈ വാക്യം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരുന്നതുകൊണ്ട് അവർക്ക് വായിക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധൈര്യം കർത്താവാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്ക് ഗൈഡൻസ് തരും, നമുക്ക് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്യം ഞാൻ വായിക്കുകയാണ്. സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. 9-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളായ നിങ്ങളെല്ലാവരോടും പറയാണ്, ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യന് നമ്മളോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെന്തൊക്കെ ഇത് കാണിക്കാൻ വന്നാൽ പോലും അതൊന്നും ബലമില്ലാതെ വീണു പോകുന്ന അവസ്ഥയിലാവും. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. ഈ ജീവിതത്തിൽ ആരും വന്നിട്ട് നിരാശപ്പെട്ട് ജീവനെടുക്കല്ലേ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കർത്താവ് നമുക്ക് ബലം തരും. അതുപോലെ തന്നെ ഏത് ജാതിയിലുള്ളവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണല്ലോ. അപ്പം നമ്മൾ എങ്ങനെ ആണെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക, നമ്മുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പകരുക അവൻ്റെ മുമ്പിൽ. അവൻ അതിന് പ്രതിവിധി വരുത്തും, പരിഹാരം തരും. നമുക്ക് ജോലി ഇല്ലെങ്കിൽ ജോലി തേടുക, ദൈവത്തെ മുൻപ് നിർത്തിക്കൊണ്ട് നമ്മൾ ജോലി തേടുക, അവൻ നമുക്ക് ജോലി തരും. അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അത് ചെയ്യുക, കൃഷിയാണെങ്കിൽ അത് ചെയ്യുക, എന്താണെങ്കിലും ദൈവത്തിന് മുമ്പേ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതങ്ങൾ നല്ല അനുഗ്രഹമുള്ള ജീവിതങ്ങളാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നത് മാത്രമല്ല, നിങ്ങളെല്ലാവരെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ഒരു ഭാവിയും നേർന്നുകൊള്ളുന്നു. ബൈ ടു ഓൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം പ്ലീസ്. ബൈ.